വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കേണ്ട. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 5 സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിൽ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് പച്ചമണം മാറുന്നതോട് കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ മൂക്കണം എന്നില്ല, ഇതൊന്ന് വാടിക്കുഴഞ്ഞ പരിഭാവമേ വേണ്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ഗ്രാമ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇത് പാത്രത്തിൽ വേവിച്ചാലും മതി, ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കർ എടുത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് 2 വിസിൽ വരട്ടെ. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇനി തുറന്ന് നോക്കുമ്പം അത് നന്നായി വെന്തുണ്ടാവും. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് നാളികേരം പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കുറച്ച് ഉപ്പ് ഇതിൽ കുറവുണ്ടായിരുന്നു, അതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ തയ്യാറായി. ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. സ്വാദിഷ്ടമായ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.